ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശം നയനയും ഇപ്പോഴും ജലജയും നാഗേന്ദ്രയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് മുത്തശ്ശൻ ഉൾപ്പെടെ നാഗേന്ദ്രയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ നടക്കുകയാണ്. നാഗേന്ദ്രൻ ഒരു നല്ല മനുഷ്യനാണെന്നും അയാളെ ചതിച്ചത്, അങ്ങനെ ഒരു ചതി ചെയ്തത് ജലജപ്പച്ചിയാണെന്നൊക്കെയുള്ളത് അവർക്ക് ബോധ്യമാവുകയാണ്. എന്നാൽ അത് മാത്രമല്ല, അതിന്റെ പിന്നിലും വേറെന്തോ രഹസ്യങ്ങൾ കൂടി മറിഞ്ഞു കിടപ്പുണ്ട്. അതും കൂടി കണ്ടുപിടിക്കണം എന്നൊരു വാശി നമ്മുടെ ആദർശിന്റെ മനസ്സിലുണ്ട്. എന്നാൽ അതിനുള്ള വഴികൾ അങ്ങോട്ട് തുറന്നു കിട്ടുന്നുമില്ല. ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് നിന്നോട് വലിയ സ്നേഹമൊക്കെ ആണല്ലോ, നീ ഒരു തഞ്ചത്തിലും മയത്തിലും ഒക്കെ നിന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ രഹസ്യങ്ങളൊക്കെ ചോർത്തെടുക്കാൻ നോക്കണം. നാഗേന്ദ്രയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താന്നുള്ളത് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശി അത് നിന്നോട് പറയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആദർശ് തന്നെ നയനയെ ചൂടുപിടിപ്പിച്ച് വിടുകയാണ് മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കാനായിട്ട്. ദേവയാനി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയും ഒരു ഹെൽപ്പിനായിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കാനായിട്ട് കിച്ചണിലുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നയന വരുന്നത്. നയന കിച്ചണിലേക്ക് വന്നിട്ട് മുത്തശ്ശി ഒന്ന് സോപ്പിട്ടുകൊണ്ട് തന്നെ നാഗേന്ദ്രയുടെ പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയും ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല കേട്ടോ. ഈ സമയത്ത് മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ കാര്യങ്ങളാണ് മോൾ ശ്രദ്ധിക്കേണ്ടത്. ആദർശം നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ആ വിഷയം അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ഇവർക്ക് അന്ന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ട്. എനിക്കും അതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ലല്ലോ അമ്മേ, എന്താണ് അന്ന് ശരിക്കും ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് എന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി ഒന്നും തന്നെ പറയാൻ കൂട്ടാക്കുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, നാഗേന്ദ്രൻ എന്ന പേര് ഈ തറവാട്ടിൽ ഉച്ചരിക്കുന്നത് പോലും മുത്തശ്ശൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ അതേപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. തറവാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാഗേന്ദ്രനെ കുറിച്ച് ഇനി ആരും ഇവിടെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആ വിഷയം അങ്ങ് ഒഴിവാക്കി വിടുകയാണ്. എന്നാൽ മുത്തശ്ശി ഒന്നും വിട്ടു പറയാത്തതുകൊണ്ട് തന്നെ നയനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. അപ്പോൾ ദേവയാനി നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്, മോളെ എന്തായാലും ഈ നാഗേന്ദ്രനെ കുറിച്ച് ആർക്കും അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാത്തതാണ് നല്ലത്. ഇപ്പോൾ ആദർശ തിരികെ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, ബിസിനസ്സിൽ അവനോട് ശ്രദ്ധിക്കാൻ പറയണം. അതേപോലെ മോളുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മോളും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. തറവാട്ടിൽ ഇപ്പോൾ പഴയ സന്തോഷവും സമാധാനവും ഒക്കെ തിരികെ വന്നിരിക്കുകയല്ലേ മോളെ, അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് നയനെ. നയന തിരികെ വന്ന ആദർശിൻ്റെ അടുത്തും ഈ കാര്യം പറയുക കേട്ടോ. നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നത് പോലും മുത്തശ്ശിക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുപോലെ തന്നെ മുത്തശ്ശനോട് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും ചോദിച്ചേക്കരുതെന്നും പറഞ്ഞു. മുത്തശ്ശന് അയാളുടെ പേര് പോലും ഇവിടെ ഉച്ചരിക്കുന്നത് ഇഷ്ടമല്ലെന്ന്, ഇതിനെക്കുറിച്ച് ഇനി ഒരു ചർച്ചയില്ലെന്നും അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നതെന്നൊക്കെ നയന ചെന്ന് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദർശന് സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വാശി കൂടുകയാണ് ചെയ്തത്. എന്തോ ഒരു രഹസ്യം ഇവരെല്ലാവരും മറച്ചു വെക്കുന്നുണ്ട്. ആ രഹസ്യം എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. നാഗേന്ദ്രയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം അയാൾ വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ തെറ്റും അപ്പച്ചിയുടെ ഭാഗത്താണ്. അപ്പച്ചിയാണല്ലോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് അപ്പച്ചിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള എന്തോ വേറൊരു സംഗതി ഇതിനകത്തുണ്ട്. അതെന്താണെങ്കിലും ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ തന്നെ ആദർശ് നയനയുടെ അടുത്ത് പറയുക കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഗേന്ദ്രനും ജലജയോടുള്ള വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ പകയും വൈരാഗ്യവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ് നമ്മുടെ ജലജ. നാഗേന്ദ്രയെ എങ്ങനെയെങ്കിലും തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്നൊക്കെ നേരത്തെ തന്നെ ജലജ മനസ്സിൽ കരുതിയ കൊണ്ടാണ് അന്ന് നാഗേന്ദ്രയോട് ഇത്രയും വലിയൊരു ചതി ചെയ്തതും അയാളെ എല്ലാവരുടെ മുമ്പിൽ തള്ളി പറയുകയൊക്കെ ചെയ്തത്. അന്ന് മുതൽക്കേ തന്നെ ജലജയോട് തീരാത്ത പകയും ദേഷ്യവും കൊണ്ട് നടക്കുകയാണ് നാഗേന്ദ്രൻ. ഒരവസരം കിട്ടിയ ജലജയും തന്റെ ഭാഗത്തെ ശരി കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത മൂർത്തിയെയും താനൊരു പാഠം പഠിപ്പിക്കുമെന്നും അനന്തപുരി തറവാടും മൂർത്തീസ് ജ്വല്ലറിയൊക്കെ തകർത്ത് തരിപ്പണമാക്കുമെന്നും നാഗേന്ദ്രൻ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നാഗേന്ദ്രൻ മൂർത്തീസ് ജ്വല്ലറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരനായ ശങ്കരേട്ടൻ്റെ അടുത്തൊന്നും ആദർശ് കുറെ അധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ശങ്കരേട്ടനെ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കുഴഞ്ഞു മറിഞ്ഞ് കിടപ്പുണ്ടെന്നും അതും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം മുത്തശ്ശനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് വ്യക്തമാക്കാമെന്നൊക്കെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശ് ശങ്കരേട്ടൻ മുഖേന തന്നെ നാഗേന്ദ്രന്റെ അടുത്ത സുഹൃത്തായ ഒരു ബിസിനസ്മാന്റെ ഡീറ്റെയിൽസ് ഒക്കെ മേടിക്കുകയാണ്. അങ്ങനെ അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അയാളെ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യമൊക്കെ ആദർശ് ഒരുക്കുന്നുണ്ട്. മറ്റാരെയും അറിയിക്കാതെ തന്നെ ആദർശ് അയാളെ മീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അയാൾക്കും കുറേയധികം അറിയാം. അയാൾ നാഗേന്ദ്രയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നാഗേന്ദ്ര കുറേയധികം കാര്യങ്ങൾ അയാളുമായിട്ട് ഷെയർ ചെയ്തിട്ടുമുണ്ടായിരുന്നു. ജലജ തന്നോട് ചെയ്ത ചതി ഉൾപ്പെടെ പല കാര്യങ്ങളും അയാൾക്കറിയാം. അതുകൊണ്ട് ആദർശ് തന്നെ ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് നേരിട്ട് അയാളെ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അയാളോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്.
നാഗേന്ദ്രയ്ക്ക് മറ്റ് പരസ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്ന് വരെ ചോദിക്കുകയാണ് നമ്മുടെ ആദർശ്. ബിസിനസ്സിൽ നാഗേന്ദ്രൻ വളരെ ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള ആളാന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അപ്പച്ചി ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ കാരണം എൻ്റെ മുത്തശ്ശൻ നാഗേന്ദ്രനെ തറവാട്ടിൽ നിന്നും അതുപോലെ ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. അതിനുശേഷവും അയാൾക്ക് അപ്പച്ചിയോടും മൂർത്തിസ് ജ്വല്ലറിയോടും അനന്തപുരം തറവാടിനോടും മുത്തച്ഛനോടും ഒക്കെ ഇത്ര അധികം വൈരാഗ്യവും ശത്രുതയും തോന്നാൻ എന്താണ് കാരണം? അത് മാത്രമല്ല, ജ്വല്ലറിയിലെ തിരിമറികളുടെ പേരിൽ മാത്രം തറവാട്ടിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന ആളല്ല എൻ്റെ മുത്തച്ഛൻ. ഇതിന്റെ പിന്നിൽ ശക്തമായ എന്തോ കാരണമുണ്ടെന്നുള്ളത് എനിക്ക് ആദ്യം മുതലേ തോന്നിയ ഒരു സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഇപ്പോൾ നേരിട്ട് വന്ന് കാണുന്നത് തന്നെ. താങ്കൾക്കറിയാമോ അന്ന് എന്താ ശരിക്കും സംഭവിച്ചെന്നുള്ളത് എന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പോഴേക്കും നാഗേന്ദ്രയുടെ ഒറ്റ സുഹൃത്ത് പറയുന്നുണ്ട്, അത് കുറേ വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ, അതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തത പോരാ. എന്നാലും നാഗേന്ദ്രൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നാഗേന്ദ്രയുടെ വൈഫിനെ പറ്റി തന്നെയാണ്. അല്ലാതെ ബിസിനസിന്റെ കാര്യങ്ങളൊന്നും അയാൾ എന്നോട് ഡിസ്കസ് ചെയ്യാറില്ല. വിവാഹ ജീവിതത്തിൽ അയാൾ ശരിക്കും പരാജിതനാണ്. അയാൾക്ക് ലഭിക്കേണ്ട ആ ഒരു സ്നേഹവും കരുതലും ഒന്നും അയാളുടെ ഭാര്യയിൽ നിന്നും അയാൾക്ക് ലഭിച്ചിട്ടില്ല. ജലജ എന്ന അയാളുടെ ഭാര്യയുമായിട്ട് അയാൾക്ക് ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. ജലജയും നാഗേന്ദ്രയും തമ്മിലുള്ള ദാമ്പത്തിക ജീവിതം അത്ര സുഖമുള്ളതായിരുന്നില്ല. മുത്തശ്ശന് നാഗേന്ദ്രയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് വളർത്തുമകളായ ജലജയ്ക്ക് വേണ്ടി മുത്തശ്ശൻ അയാളെ ആലോചിച്ചത്. അവർ തമ്മിലുള്ള വിവാഹം ഭയങ്കര ആർഭാടമായി തന്നെ കാരണവർ നടത്തുകയും ചെയ്തു. പക്ഷേ ജലജയ്ക്ക് നാഗേന്ദ്രനോട് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. ഈ വിവാഹത്തിന്റെ ആലോചനകൾ തറവാട്ടിൽ നടക്കുന്ന സമയത്ത് തന്നെ ജലജയ്ക്ക് മറ്റാരുമായിട്ടും ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് ആരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവൾ നാഗേന്ദ്രയെ വിവാഹം കഴിച്ചത്. നാഗേന്ദ്രയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അന്ന് തന്നെ അവളത് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അത് മറച്ചു വെച്ചിട്ട് നാഗേന്ദ്രയെ വിവാഹം കഴിച്ച് അയാളുടെ ജീവിതം കൂടിയാണ് അവൾ ഇല്ലാതാക്കിയത്. അവർക്കിടയിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ കുട്ടി ജനിക്കുന്നവരെ വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. എന്നാൽ അത് കുടുംബത്തിന് പുറത്തേക്ക് എങ്ങനെ അറിഞ്ഞിട്ടില്ല. അന്നും ഈ ജലജയുടെ സ്വഭാവം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സ്വർണത്തിനോടും പണത്തിനോടും അവൾക്ക് പണ്ടേ ആർത്തിയായിരുന്നു. മൂർത്തി സാറിനെ അമ്മയൊക്കെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെ നാഗേന്ദ്ര ജലജയുമായി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിച്ചത്. എന്നാൽ ആദ്യത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം അവൾ വീണ്ടും പഴയ കാമുകനുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അന്നു മുതൽ നാഗേന്ദ്രയോട് ഒരു വെറുപ്പും ദേഷ്യമൊക്കെ ജലജ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തിനും ഏതിനും അയാളെ കുറ്റപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. വീട്ടുകാരുടെ മുമ്പിൽ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് അയാളെ തഴഞ്ഞിടാൻ നോക്കി. വീട്ടുകാരുടെ മുമ്പിലും അയാളെ അപമാനിക്കാനാണ് ജലജ നോക്കിയത്. അങ്ങനെ ജലജ രണ്ടാമത് ഗർഭിണിയാകുന്ന സമയത്ത് അയാൾക്ക് ജലജയെ സംശയമായി തുടങ്ങി. താനുമായിട്ട് അത്ര സ്വരുമയിലല്ല ജലജ. എന്നിട്ടും അവള് രണ്ടാമത് പ്രഗ്നന്റ് ആയത് അയാളെ കൂടുതൽ സംശയത്തിനിടയാക്കി. അങ്ങനെ അയാൾ ജലജയ്ക്ക് പിന്നാലെ ഒരു അന്വേഷണമായിട്ട് പോയപ്പോഴാണ് ജലജ പഴയ കാമുകനുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും അവർ തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ടെന്നും ഒക്കെ ഉള്ളത് അയാൾക്ക് മനസ്സിലായത്. തറവാട്ടിലുള്ളവർ ഇത് അറിഞ്ഞ ജലജയ്ക്ക് അത് നാണക്കേടാകുമെന്നും അത് തന്റെ കുടുംബജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ അത് അതീവ രഹസ്യമായി തന്നെയാണ് ജലജയോട് ചോദ്യം ചെയ്തത്. എന്നാൽ താൻ പിടിക്കപ്പെടുമെന്നൊരവസ്ഥ വന്നപ്പോൾ ജലജ മനഃപൂർവ്വം അയാളെ ചതിക്കാനാണ് നോക്കിയത്. തന്റെ ജീവിതത്തിൽ നിന്ന് നാഗേന്ദ്രനെ ഒഴിവാക്കാനാണ് അവൾ ശ്രമിച്ചത്. അങ്ങനെയാണ് അയാൾക്കെതിരെ ഇതുപോലൊരു വലിയ ചതി ചെയ്തത്. മൂർത്തി സാർ ഉൾപ്പെടെ തറവാട്ടിലുള്ള എല്ലാവർക്കും നാഗേന്ദ്രയെ വലിയ കാര്യമായിരുന്നല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ മാത്രമേ തന്റെ ജീവിതത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഈ തറവാട്ടിൽ നിന്നും ജ്വല്ലറിൽ നിന്നും ഒക്കെ പുറത്താക്കാൻ കഴിയുള്ളൂ എന്നതറിയാവുന്നത് കൊണ്ട് അവൾ മനഃപൂർവ്വം അയാളെ ചതിക്കുകയായിരുന്നു. തന്റെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകളും മറിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ മാത്രമാണ് അയാൾ ആഗ്രഹിച്ചത്. ആ നാഗേന്ദ്രനെതിരെ പരസ്ത്രീ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജലജ എല്ലാവരുടെയും മനസ്സിൽ കയറിക്കൂടി നാഗേന്ദ്രയെ തറവാട്ടിൽ തന്നെ പുറത്താക്കാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതിൽ അവൾ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴും ജലജ പ്രസവിച്ച രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ അത് നാഗേന്ദ്രയാണോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. മിക്കവാറും ആ കുട്ടിയുടെ അച്ഛൻ ജലജയുടെ കാമുകനാകാനാണ് സാധ്യത എന്നിങ്ങനെ നാഗേന്ദ്രയുടെ സുഹൃത്ത് പറയുകയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കേട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പച്ചിയുടെ രഹസ്യബന്ധത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നും അപ്പച്ചിയുടെ രഹസ്യ കാമുകനെ കണ്ടുപിടിച്ചതിനും അത് തറവാട്ടിൽ എല്ലാവരോടും പറഞ്ഞ് തന്റെ ജീവിതം തന്നെ കുളമാക്കുമെന്നും തറവാട്ടിലെ എല്ലാവരുടെ മുമ്പിൽ തന്നെ നാണം കെടുത്തുമെന്നൊക്കെ മനസ്സിലാക്കിയുകൊണ്ടാണ് ജലജ അപ്പച്ചി നാഗേന്ദ്രയോട് ഇതുപോലൊരു ചതി ചെയ്തതെന്നും അയാളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചെന്നും ആദർശിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ നാഗേന്ദ്രയുടെ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് നയനയോടും പറയുന്നുണ്ട് കേട്ടോ. നയനയ്ക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യമാവുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ജലജ അപ്പച്ചയെ വെറുതെ വിടാൻ പാടില്ല. ഒരു പാവ മനുഷ്യനോട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അയാളെ ഈ തറവാട്ടിൽ തന്നെ പുറത്താക്കിയില്ലേ. ഇത്രയും വലിയ ദ്രോഹം ചെയ്ത് അവരെ വെറുതെ വിടാൻ പാടില്ല ആദർശേട്ടാ. അത് മാത്രമാണോ, അയാൾക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് അപ്പച്ചി ഉന്നയിച്ചത്? ഈ അപ്പച്ചിയാണ് എല്ലാ തെറ്റിനും കാരണം.
അപ്പച്ചിയുടെ അതേ സ്വഭാവം തന്നെ അബിക്കും കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ ആദർശേട്ടാ, അപ്പച്ചിയുടെ രഹസ്യബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് നാഗേന്ദ്ര ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്തായാലും ഇനി ആ രഹസ്യം നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവരണം. അപ്പച്ചിയുടെ മുഖംമൂടി നമ്മൾ തന്നെ വലിച്ചു കയറണം. ഇനി ഇതിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇനിയും അപ്പച്ചി ഒരു തെറ്റും ചെയ്യാത്ത നല്ലവളെ പോലെ ഇങ്ങനെ ചമഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പച്ചിയുടെ എല്ലാ കള്ളത്തരങ്ങളും തെളിവുകൾ ഉൾപ്പെടെ നമുക്ക് പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറയുകയാണ് ആദർശും നയനയും കൂടി. അങ്ങനെ ആദർശ് പിന്നീട് നമ്മുടെ നാഗേന്ദ്രയെ കാണാൻ പോകുന്നുണ്ട്. നാഗേന്ദ്രയോടും ആദർശ് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പും ആദർശ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച നാഗേന്ദ്രയ്ക്ക് മുമ്പിൽ എത്തിയെങ്കിലും നാഗേന്ദ്ര അന്ന് പൂർണ്ണമായിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ സുഹൃത്ത് വഴി ആദർശ് തൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം തന്നെ കാണാൻ വന്നേക്കുന്നതെന്നൊക്കെയുള്ളത് നാഗേന്ദ്രയ്ക്ക് അറിയാം കേട്ടോ. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം. എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുക്കെ നീ ചെന്നെന്നും നിന്റെ അപ്പച്ചിയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും നീ മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നാളും മറ്റാരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച രഹസ്യങ്ങളൊക്കെയാണ് ഇപ്പം നീ അറിഞ്ഞിട്ടുള്ളത്. നിനക്കറിയാവല്ലോ, ജലജയോട് എനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര പകയും ദേഷ്യവും വൈരാഗ്യവും ഉണ്ട്. അവളെ ഞാൻ അങ്ങനെയൊന്നും വെറുതെ വിടില്ല. എൻ്റെ മക്കളെ പോലും എന്നിൽ നിന്ന് അകറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിച്ച അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ആദർശേ. അവളോട് ഞാൻ ഒരിക്കലും പൊറുക്കത്തുമില്ല. അതുപോലെ തന്നെ നിന്റെ മുത്തശ്ശനോടും എൻ്റെ ഭാഗത്തെ ശരികൾ പോലും കേൾക്കാൻ തയ്യാറാകാത്ത അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ഭാഗത്തെ ശരികൾ പോലും അയാളെന്ന് കേൾക്കാൻ കൂട്ടായില്ല. തൻ്റെ മകൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് കരുതി അയാളെന്ന് എന്നെ ചവിട്ടി പുറത്താക്കുകയല്ലേ ചെയ്തത്. എന്തായാലും അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു നാണക്കേടും ആ വേദനകളും ഒന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് ഇതിനൊക്കെ ശക്തമായ ഒരു തിരിച്ചടി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു അവസരം കാത്ത് ഞാൻ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പച്ചിയെക്കുറിച്ച് ഇങ്ങനൊരു മോശം അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പച്ചിക്ക് ഒരു രഹസ്യ കാമുകൻ ഉണ്ടായിരുന്നുവെന്നും അപ്പച്ചിയുടെ രണ്ടാമത്തെ മകളായ അവന്തിക അയാളുടേതാണെന്നൊക്കെയുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ സത്യം അപ്പച്ചി ഒഴികെ തറവാട്ടിലെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് സത്യം അറിയാതെയാണല്ലോ അവർ നാഗേന്ദ്രയെ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് അവരെ ഇതിലേക്ക് വലിച്ചഴക്കരുതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും നാഗേന്ദ്രൻ വിട്ടുകൊടുക്കാൻ ഒട്ടും തന്നെ തയ്യാറാകുന്നില്ല കേട്ടോ. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ ഭാഗത്ത് ശരി എന്താണെന്നോ എനിക്ക് പറയാനുള്ളത് എന്താണെന്നോ ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. അന്നൊരു 10 മിനിറ്റ് എനിക്ക് പറയാനുള്ളതും കൂടി നിന്റെ മുത്തശ്ശൻ കേൾക്കാൻ തയ്യാറാകണമായിരുന്നു. അന്ന് അയാൾ എന്നോട് ആ ഒരു കരുണ കാണിച്ചില്ല. എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഒരു മനസ്സുപോലും കാണിച്ചില്ല. എല്ലാവരുടെ മുമ്പിൽ എന്നെ തല്ലിച്ചതച്ച് ആട്ടി ഇറക്കി വിട്ടതാണ്, അപമാനിച്ചു വിട്ടതാണ്. ഈ കഴിഞ്ഞ 10-20 കൊല്ലം ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒറ്റപ്പെടലിൻ്റെയും അപമാനത്തിൻ്റെയും ഭാരമേറിയ ഞാൻ ഇത്രയും കാലം ജീവിച്ച് നീക്കിയത്. അന്നൊക്കെയും എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളായിരുന്നു, ജലജയും മൂർത്തിയും. അവരോട് രണ്ടുപേരോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത്. അവരോട് ഞാൻ എൻ്റെ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഇതിനൊരു അവസാനം ഇല്ല ആദർശ് എന്നും പറഞ്ഞ് നമ്മുടെ നാഗേന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്രൻ്റെ അടുക്കൽ ഒരു സമാധാന ചർച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ലെന്നുള്ളത് നമ്മുടെ ആദർശിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആദർശ് തിരികെ അനന്തപുരം തറവാട്ടിലെത്തി നയനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നയനയ്ക്കും ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹാളിൽ TV കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ജലജയുടെ അടുത്തേക്ക് ആദർശ് നയനയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് ആദർശ് നയനയും കൂടെ ഒന്നിച്ച് ജലജയെ ചോദ്യം ചെയ്യുകയാണ്. ജലജയുടെ രഹസ്യ കാമുകനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അവന്തികയുടെ അച്ഛൻ നാഗേന്ദ്രനാണോ അതോ ആ രഹസ്യ കാമുകനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ അനാവശ്യങ്ങളായി പറയുന്നത്? എൻ്റെ പിള്ളേരുടെ അച്ഛൻ ആ നാഗേന്ദ്രനാണ്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അയാൾ എന്നോട് പൊറുക്കാൻ പറ്റാത്ത ദ്രോഹം ചെയ്തുകൊണ്ടാണ് അയാൾ ഇവിടെ നിന്ന് എല്ലാവരും അടിച്ച് പുറത്താക്കിയത്. അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പം എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങിയേക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ ഇവരോട് ചൂടാവുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാൻ തറവാട്ടിലേക്ക് തിരികെ വന്നെങ്കിലും ഞാൻ എപ്പോഴും ആ നാഗേന്ദ്രയുടെ പിന്നാലെ തന്നെയാണ് അപ്പച്ചി. നാഗേന്ദ്രയ്ക്ക് നമ്മുടെ തറവാടിനോടും മുത്തശ്ശനോടും അപ്പച്ചയോടും ഒക്കെ ഇത്ര അധികം വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയണ്ടേ? അതിൻ്റെ പിന്നാലെ ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ വീണ്ടും ഷോക്കാവുകയാണ്. ജലജ പറയുന്നുണ്ട്, എടാ ആദർശേ, നീ എന്തിനാ അതിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നത്? അയാൾക്ക് നമ്മളോടുള്ള ശത്രുത അത് എന്തിൻ്റെ പേരിലാന്നൊക്കെയുള്ളത് നീ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാ ഇനിയും അതിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, നമ്മുടെ മുത്തശ്ശൻ പണ്ട് മുതലേ ഇതേ സ്വഭാവക്കാരൻ തന്നെയാണ്. മുത്തശ്ശൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മുത്തശ്ശൻ്റെ നിലപാടുകളും ഇതേപോലെ തന്നെയായിരുന്നു. എന്നാൽ തെറ്റിദ്ധാരണകൾ പരത്തി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും ഈ തറവാട്ടിലുണ്ട്. അവരെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നിങ്ങനെ നയന പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, എന്ത് രഹസ്യം? ആരെന്ത് മറച്ചു വെച്ചതാ നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അന്നത്തെ ആ ഒരു നെക്ലേസ് ലോക്കറിലെത്തിയ കാര്യങ്ങളൊക്കെ അപ്പച്ചിക്ക് നന്നായി അറിയാമല്ലോ. അത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വേറെ ചില രഹസ്യങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായെന്ന് പറയുക. ജലജ ആകെ പെട്ടുപോയ അവസ്ഥയിൽ അവരുടെ മുമ്പിൽ നിൽക്കുക കേട്ടോ.
നയന പറയുന്നുണ്ട്, നാഗേന്ദ്രയെക്കാളും വലിയ വലിയ തെറ്റുകൾ ചെയ്തവരാണ് നിങ്ങളും നിങ്ങളുടെ മകനും. നിങ്ങൾ പോലും മുത്തച്ഛൻ തറവാട്ടിൽ നിന്ന് പുറത്താക്കാതെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും വിശ്വസ്തനായി ജ്വല്ലറുടെ എല്ലാം ആയിരുന്ന നാഗേന്ദ്രയെ ഈ ഒരു നെക്ലേസ് തിരിമറി നടത്തിയതിന്റെ പേരിൽ മുത്തച്ഛൻ തറവാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതിന്റെ പിന്നിൽ വേറെന്തോ കാരണമുണ്ട് എന്നിങ്ങനെ പറയുക. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, വേറെന്ത് കാരണം? അല്ല, നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അച്ഛന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാ. പണ്ട് അച്ഛൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. അന്നത്തെ അച്ഛന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇന്ന് അച്ഛന്റെ സ്വഭാവത്തിൽ എന്തോരം മാറ്റം വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. അന്ന് അങ്ങനെ ഒരു തിരിമറി നടത്തിയതിന്റെ പേരിലാണ് നാഗേന്ദ്ര അച്ഛൻ പുറത്താക്കിയത് എന്നിങ്ങനെ ജലജ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അല്ല പച്ചി, അത് വെറും ഒരു കാരണം മാത്രമാണ്. അതിന്റെ പിന്നിലും ചില ഗൂഢതന്ത്രങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ആ ചതിക്ക് പിന്നില് വേറെന്തോ ഒരു രഹസ്യമുണ്ട്. അത് ഞങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കഴിഞ്ഞു. ഇനി അത് അപ്പച്ചയുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം എന്നിങ്ങനെ പറയുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ എന്തൊക്കെ അനാവശ്യങ്ങൾ ആദർശി പറയുന്നത്? രണ്ടുപേരും കൂടി എന്നെ എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുള്ളൂ. ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. നിങ്ങൾ എന്നെ വെറുതെ സംശയിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അപ്പച്ചയും അപ്പച്ചയുടെ മോനെയും എത്ര പറഞ്ഞാലും അതൊന്നും പോരാതെ തന്നെ വരും. കാരണം അത്രത്തോളം ഉണ്ട് അപ്പച്ചയുടെയും അപ്പച്ചയുടെ മോന്റെയും കയ്യിൽ കുരുട്ട് പുതിയ ഓരോ ഉടായ്പകളും എന്നിങ്ങനെ പറയുകയാണ് നയന. ആദർശ നയനയും പിടിവിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ആകെ ഉത്തരം മുട്ടുകയാണ്. ജലജയാകെ പേടിച്ചാകെ വിയർത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരിക. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, എന്താ 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 ഇവിടെ ചർച്ച എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. ഉടനെ ജലജ പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ, എന്നെ വെറുതെ ഇവൻ കുറ്റപ്പെടുത്തുക. അല്ലെങ്കിൽ തന്നെ അന്നിവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇവൻ എങ്ങനെ അറിയാനാ? ഇവൻ ആ സമയത്ത് കുഞ്ഞല്ലായിരുന്നോ? ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അത് വെച്ച് എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കുക എന്നും പറഞ്ഞ് ജലജ അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ചിട്ട് തന്നെയാണ് ഇപ്പം വന്ന് ജലജപ്പച്ചയെ ചോദ്യം ചെയ്തത്. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. നാഗേന്ദ്രയെ ചതിച്ചത് ജലജ അപ്പച്ച തന്നെയാണ്. അല്ലാതെ നാഗേന്ദ്രയ്ക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. നാഗേന്ദ്രയുമായുള്ള വിവാഹത്തിന് മുമ്പ് അപ്പച്ചിക്ക് വേറൊരാളെ ഇഷ്ടമായിരുന്നു. അയാളുമായുള്ള രഹസ്യബന്ധം വിവാഹത്തിന് ശേഷവും തുടർന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് നാഗേന്ദ്രൻ ആ ഒരു രഹസ്യബന്ധം കണ്ടുപിടിക്കുന്നതും അതിനെതിരെ അപ്പച്ചിയെ ചോദ്യം ചെയ്യുകയും തറവാട്ടിലെ എല്ലാവരുടെ മുമ്പിൽ ഇത് പറയുന്നൊക്കെ ആയപ്പോഴേക്കും അപ്പച്ചി തന്ത്രത്തിൽ അയാളെ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നോക്കിയെന്നൊക്കെ മുത്തശ്ശൻ്റെ മുമ്പിൽ പറയുക കേട്ടോ നമ്മുടെ ആദർശ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇത് അങ്ങോട്ടേക്ക് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. ജലജ ആകെ പരിഭ്രമിച്ച് വേർത്ത് നിൽക്കുകയാണ്. ഈ രഹസ്യങ്ങളൊക്കെ ഇവനെങ്ങനെ മനസ്സിലായി എന്നാണ് ജലജ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നയനയും ആദർശും കൂടി പറയുന്നുണ്ട്, മുത്തശ്ശ, ഞങ്ങൾ അപ്പച്ചയെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടെത്തി. നാഗേന്ദ്രന്റെ പഴയ ഒരു സുഹൃത്താണ് ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ശരിക്കും ഈ പറയുന്ന നാഗേന്ദ്രന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല മുത്തശ്ശ. എല്ലാ തെറ്റുകളും ചെയ്ത് അയാൾ ഇതുപോലെ ഒരു ചതിയിൽ കൊടുക്കിയത് നമ്മൾ ഏറ്റെടുത്ത് വളർത്തിയ ഈ അപ്പച്ചിയാണ്. ഈ അപ്പച്ചിക്കാണ് മറ്റൊരു പുരുഷനുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നത്. അയാൾ പറയുന്ന വെച്ച് നോക്കിയാൽ അവന്തികയുടെ ശരിക്കുമുള്ള അച്ഛൻ ഈ നാഗേന്ദ്രയല്ല, അപ്പച്ചിയുടെ പഴയ കാമുകനാണെന്ന് അയാൾ പറയുന്നത്. അയാളുമായിട്ട് അപ്പച്ചിക്ക് അന്ന് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ നാഗേന്ദ്രയ്ക്ക് ഇത് ഭയങ്കര സംശയമായപ്പോൾ നാഗേന്ദ്ര തന്നെ അപ്പച്ചിയോട് ചോദ്യം ചെയ്യുകയും അവർ തമ്മിൽ അത് വലിയ പ്രശ്നമാവുകയൊക്കെ ചെയ്തു. അന്നും അപ്പച്ചിയെ നാഗേന്ദ്രയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അപ്പച്ചിയുടെ എല്ലാ തെറ്റുകളും അയാൾ ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചത്. എന്നാൽ അപ്പച്ചി അതിനെയൊക്കെ മുതലെടുക്കുകയാണ് ചെയ്തത്. അപ്പച്ചിയുടെ എല്ലാ രഹസ്യങ്ങളും വെളിച്ചത്താകുമെന്ന് ഭയന്നിട്ടാണ് നാഗേന്ദ്രയെ തന്നെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അപ്പച്ചി ഇതുപോലൊരു നാടകം കളിച്ചത്. അന്ന് ആ ജ്വല്ലറിയിൽ തിരിമറി നടത്തിയതെല്ലാം തന്നെ അപ്പച്ചിയാണ്. എന്നിട്ട് അപ്പച്ചി ഒന്നും അറിയാത്തവളെ പോലെ നല്ലവെള്ള ചമഞ്ഞിരിക്കുകയായിരുന്നു. ശരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ അപ്പച്ചിയാണ് തറവാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്നിങ്ങനെ നമ്മുടെ ആദർശ നയനും കൂടെ പറയുക കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ജലജയോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ കേട്ടതൊക്കെ സത്യമാണോടിന്ന്. അപ്പോൾ ജലജയ്ക്ക് ഉത്തരവില്ല കേട്ടോ. അപ്പോൾ ജലജ ഇങ്ങനെ തല കുനിച്ച് മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ ജലജയ്ക്ക് ആവില്ല. എല്ലാ പഴുതുകളും അടച്ച് ആദർശം നയനയും കൂടി ജലജയെ തളച്ചിട്ടിരിക്കുകയാണ്. ഇനി കുറ്റം സമ്മതിക്കാനല്ലാതെ ജലജയ്ക്ക് മുമ്പിൽ വേറെ വഴിയില്ല. ഈ സമയം കൂടെ തന്നെ അങ്ങോട്ടേക്ക് അബിയും അവന്തികയും ദേവയാനിയും ജാനകിയും അജയനും ജയനും എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും മുമ്പിലിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ജലജയെ വലിച്ചു കയറുകയാണ്. തെരുവിൽ കിടന്ന് വളർന്ന നിന്നെ ഏറ്റെടുത്ത് സ്വന്തം മകളെ പോലെ ഒരു രാജകുമാരിയെ പോലെ ഞങ്ങൾ നോക്കി. നിനക്ക് വേണ്ടി എല്ലാം തന്നു. ഇഷ്ടം പോലെ സ്വർണവും പണവും നൽകി ആർഭാടമായിട്ട് നിന്റെ കല്യാണം നടത്തി. നിനക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെന്ന് കരുതി. എന്നിട്ടും നിന്റെ മനസ്സിലെ ദുഷ്ടതയ്ക്ക് ഒരു കുറവും ഇല്ലല്ലോടി ജലജയെ. നീയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. തറവാട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നീ ഒറ്റ ഒരുത്തിയ. അതുകൊണ്ട് ഇനി നീ ഈ തറവാട്ടിൽ തുടരണമെന്നില്ല.
ഇന്ന് തന്നെ നീ ഈ തറവാട്ടിൽ നിന്ന് പുറത്തു പോകണം. ഇനി നിനക്ക് ഈ തറവാട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്നും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ജലജയെ പിടിച്ച് പുറത്തു തള്ളുകയാണ്. തൻ്റെ അച്ഛനോട് ഇത്രയും വലിയൊരു ചതി ചെയ്യുകയും ഇത്രയും നാളും അച്ഛനെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ച് തങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയതിൻ്റെ പേരിൽ അബിയും അവന്തിയും കൂടി നമ്മുടെ ജലജയെ തള്ളി പറയുന്നതോടുകൂടി ജലജ തകർന്ന് തരിപ്പണായി പോവുകയാണ് കേട്ടോ. ഇപ്പം ഭർത്താവില്ല, മക്കളില്ല, സ്വന്തമെന്ന് കരുതിയ ആരും തന്നെ ഇപ്പം ജലജയുടെ കൂടെയില്ല. എല്ലാ തരത്തിലും ജലജ ഒറ്റപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ജലജ ചെയ്ത എല്ലാ ചതിക്കും ക്രൂരതകൾക്കും ജലജയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നാഗേന്ദ്ര നിരപരാധിയാണെന്നും നാഗേന്ദ്രയ്ക്ക് ഇതല്ലാതെ നമ്മുടെ കുടുംബവുമായിട്ട് വേറെ ശത്രുതയൊന്നുമില്ലെന്നും ഒക്കെ ആദർശ് എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. അങ്ങനെ നാഗേന്ദ്രയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ആദർശ് തന്നെ ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്